എൻ്റെ പേര് ഡോക്ടർ സനീഷ്. നമ്മൾ ഒബിസിറ്റി സീരീസിലെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂറിക് ആസിഡിനെ പറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമിത ഗുണം ഉള്ള ആൾക്കാരിൽ സാധാരണഗതിയിൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഷുഗറിൻ്റെ അസുഖമുള്ളവർക്ക്, ഡയബറ്റീസ് ഉള്ളവർക്കും യൂറിക് ആസിഡ് വളരെയധികം കൂടുതലായിട്ട് കാണാറാണ്. അപ്പോൾ എന്താണ് ഈ യൂറിക് ആസിഡ് ഇങ്ങനെ കൂടാനുള്ള കാരണം, അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമായിട്ട് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അത് യൂഷ്വലി നമ്മുടെ ബോഡിയിൽ കഴിക്കുന്ന ഫുഡിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന യൂറിക് ആസിഡ് നമ്മുടെ കിഡ്നി വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാരിൽ ജന്മന തന്നെ യൂറിക് ആസിഡ് പുറത്തേക്ക് പോകുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ചില ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നവർക്ക് യൂറിക് ആസിഡ് ബോഡിയിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ യൂഷ്വലി നമ്മൾ വിചാരിക്കുന്നത് ഫുഡിൽ നിന്ന് മാത്രം വരുന്ന ഒരു കാര്യമെന്ന നിലയിലാണ്. പക്ഷേ അതിൻ്റെ അണ്ടർലൈൻ പ്രോബ്ലം എന്ന് പറയുന്നത് അമിതവണ്ണവും ഇൻസുലിൻ, അതുകൊണ്ട് കൂടുതലായിട്ടുണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസും ആണ് പ്രധാനമായിട്ടുള്ള രണ്ട് കാരണങ്ങൾ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ബെല്ലി ഫാറ്റ്, അതായത് ആ വയറിന് ചുറ്റുമുള്ള അമിതമായിട്ട് വണ്ണമുള്ളവരിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്നതും എന്നുകൊണ്ടാണ്. അപ്പോൾ ഈ യൂറിക് ആസിഡ് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആൾക്കാർ യൂറിക് ആസിഡ് ഉള്ളവർ സാധാരണഗതിയിൽ കംപ്ലീറ്റ് ആയിട്ട് മീറ്റ് അല്ലെങ്കിൽ മത്സ്യം ഉപയോഗിക്കുന്നത് നിർത്തും. ചില വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇപ്പം സിട്രസ് ഫ്രൂട്ട്സ്, അതായത് നമ്മുടെ തക്കാളി, നാരങ്ങ, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഉപേക്ഷിക്കും. പക്ഷേ ആക്ച്വലി ഇതൊക്കെ ഉപേക്ഷിച്ചാൽ തന്നെ യൂറിക് ആസിഡ് മാറുമോ? അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ യൂറിക് ആസിഡ് എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഒരു ജനറൽ മെറ്റബോളിക് ഹെൽത്ത്, അതായത് നമ്മുടെ ഒരു ജനറലായിട്ടുള്ള ആരോഗ്യസ്ഥിതിയെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അമിതമായിട്ട് വണ്ണമുള്ള ഒരാളാണെങ്കിൽ ആ വണ്ണം കുറയ്ക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇൻസുലിൻ വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ശ്രമിച്ചാൽ തന്നെ യൂറിക് ആസിഡിൻ്റെ അളവ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ യൂഷ്വലി ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒന്ന് രണ്ട് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ടുള്ളത് ഫ്രൂട്ട് ജ്യൂസ്, അതായത് ഫ്രക്ടോസ് എന്ന് പറയുന്ന ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ കൂടുതലുള്ള ഫ്രൂട്ട് ജ്യൂസ് വളരെ അധികം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് ലിങ്ക് ചെയ്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ആൽക്കഹോൾ, അതായത് മദ്യപാനം, ബിയർ, അങ്ങനെയുള്ള ആൽക്കഹോൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നവരിലും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അണ്ടർലൈങ് ആയിട്ടുള്ള ഈ പ്രോബ്ലംസ്, അതായത് ഒബിസിറ്റി, ഇൻസുലിൻ റെസിസ്റ്റൻസ്, അമിതമായി കഴിക്കുന്ന മധുരം, ഫ്രൂട്ട് ജ്യൂസ്, ഇപ്പോൾ ആൽക്കഹോൾ കഴിക്കുന്നവരാണെങ്കിൽ ആൽക്കഹോളിൻ്റെ അളവ്, ഇതെല്ലാം നിയന്ത്രിച്ചാൽ തന്നെ യൂറിക് ആസിഡിൻ്റെ അളവ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, യൂറിക് ആസിഡ് ഉള്ള ആൾക്കാർ സീ ഫുഡ് കഴിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ സീ ഫുഡിനകത്ത് എല്ലാ മത്സ്യങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മാംസാഹാരങ്ങളിലും ഉള്ള പോലെ തന്നെ യൂറിക് ആസിഡിൻ്റെ അളവുണ്ട്. അതിപ്പം ഈ യൂറിക് ആസിഡ് കൂടുതലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ അളവ്, അതായത് നമ്മൾ സീ ഫുഡ് കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സമീകൃത ആഹാരത്തിലേക്ക് മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കൂടുതലായിട്ട് വെജിറ്റബിൾസും സാലഡ്സും ഉപയോഗിക്കുക. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള കാർബോഹൈഡ്രേറ്റ്, അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക. അതേപോലെ തന്നെ കുറച്ച് പ്രോട്ടീൻ്റെ അളവ് ഈക്വലായിട്ട്, അതായത് ഒരു പ്ലേറ്റ് എടുത്ത് അര പ്ലേറ്റ് വെജിറ്റബിൾസും സാലഡ്സും, അതിൻ്റെ ഒരു 4/1 നമ്മൾ അന്നജവും ഒരു 4/1 പ്രോട്ടീനും മാംസ്യാഹാരങ്ങളും ചേർത്തിട്ടുള്ള ഒരു സമീകൃതമായ ആഹാര രീതി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറൽ ഹെൽത്തിനും അതുപോലെ യൂറിക് ആസിഡിനും ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സീ ഫുഡ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇപ്പം ഗൗട്ട്, ഈ യൂറിക് ആസിഡ് കൂടിയവർക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഗൗട്ട്. അപ്പം നമ്മുടെ ഈ കാലിൻ്റെയും ജോയിൻറ്റുകളിൽ, ഈ സന്ധികളിലൊക്കെ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടിയിട്ട് അതിഭീകരമായ വേദന ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഗൗട്ട്. അപ്പോൾ ഗൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക്. അങ്ങനെയുള്ളവർ ഈ ആഹാരം നിയന്ത്രിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അവർ തീർച്ചയായിട്ടും ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയ ആഹാരങ്ങളായ മത്സ്യം, മാംസം, സീ ഫുഡ്, ഇതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുകയും ആഴ്ചയിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നത് യൂറിക് ആസിഡ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ എത്തുന്നത് തടയാൻ സഹായിക്കും.
അതേപോലെ തന്നെയാണ് ഈ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ അമിതവണ്ണം, ആൽക്കഹോളിൻ്റെ ഉപയോഗം, മധുരത്തിൻ്റെ ഉപയോഗം, ഇതെല്ലാം നമ്മൾ കുറയ്ക്കുകയും ചെയ്യണം. പിന്നെ യൂറിക് ആസിഡ് ഉള്ളവരിൽ കാണുന്ന വേറൊരു പ്രശ്നമാണ് കിഡ്നി സ്റ്റോൺസ്. അപ്പോൾ അത് കിഡ്നിയിൽ കല്ലുകൾ ഉണ്ടാകാനുള്ള ചാൻസ് യൂറിക് ആസിഡ് കിഡ്നിയിൽ അടിഞ്ഞു കൂടിയിട്ട് അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതും ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ യൂറിക് ആസിഡ് കൂടുന്നു എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ജനറലായിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതിയാണ് കാണിക്കുന്നത്. അതൊരു ഒരു ഒരു ഒറ്റയ്ക്കൊരു പ്രോബ്ലമായിട്ട് വരുന്നതല്ല, അത് നമ്മുടെ ജനറലായിട്ടുള്ളൊരു ഹെൽത്തിനെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അത് കൂടാനുള്ള അണ്ടർലൈൻ, അതായത് കാരണമാകുന്ന കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിച്ച് നമ്മൾ അധികം വെള്ളം കുടിക്കുകയും, നമ്മുടെ കിഡ്നിയിൽ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുകയും, അതുപോലെ തന്നെ ഗൗട്ടുള്ളവർ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അമിതവണ്ണം കുറയ്ക്കുകയും മധുരത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ അവരുടെ യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും അവർക്ക് നല്ല രീതിയിൽ യൂറിക് ആസിഡിൻ്റെ അളവ് നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്സ്.